കോഴിക്കോട്ടുകാരുടെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൂവൻപഴമാണ് കേട്ടോ. ഞാനിവിടെ 3 നന്നായിട്ട് പഴുത്തിട്ടുള്ള പൂവൻപഴവും അതുപോലെ 2 ചെറിയ മൈസൂർ പഴം കൂടെ എടുത്തിട്ടുണ്ട്. പൂവൻപഴം മാത്രമായാലും മതി കേട്ടോ. ഞാനതിൻ്റെ കൂടെ ഒരു 2 മൈസൂർ പഴം കൂടെ എടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ വേണം ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പിന്നെ ഈ ഒരു ആദ്യം തന്നെ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പൂവൻ പഴത്തിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൂവൻ പഴം നല്ല വൈറ്റ് കളറിലാവും ഉണ്ടാവുക. ഒരു മൈസൂർ പഴത്തിന് ചെറിയൊരു യെല്ലോയിഷ് ഉണ്ടാവും. അപ്പോൾ നല്ല വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ. ഈ ഒരു പൂവൻ പഴം മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഈ ഒരു മൈസൂർ പഴത്തിൻ്റെ ഒരു യെല്ലോ കളറും കൂടെ മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പൂവൻ പഴത്തിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉടച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആ പഴവും പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 4 ചെറിയുള്ളി ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ആ ഒരു ഉള്ളിയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് നന്നായിട്ട് ഞെരടി എടുത്തതിന് ശേഷം നമ്മൾ പഴം ഉടച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇത്ര കുറച്ച് കൂടുതൽ ഇഞ്ചിയുടെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഫ്ലേവർ ആവില്ല, ഒരു പാകത്തെ ഫ്ലേവറിൽ കിട്ടും ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും അതുപോലെ ഇതിലേക്ക് പശുവിൻ പാലും 2 പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ പകുതി മാത്രമാണ് പശുവും പാൽ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൽ എന്തെങ്കിലും ഒന്ന് മിസ്സായാലും നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റായി വരില്ല. അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ കൊച്ചി കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നത് അവലിൻ്റെ കൂടെയാണ് കേട്ടോ. അവൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു അവലിലേക്ക് നമ്മൾ ചോറിലേക്ക് കറിയൊക്കെ കുഴച്ച് കഴിക്കില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കഴിക്കുക. അപ്പോൾ അവലിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.